ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. തിരുവനന്തപുരത്തെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതവും മഹത്വവുമായ ഈ സദസ്സിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാദം തുറക്കട്ടെ. ആമീൻ. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാദം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ആ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? കാരണം എന്നെയും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെയും എല്ലാ ജീവശാലങ്ങളെയും സൃഷ്ടിക്കാൻ പോലും കാരണം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൗലാ കലമ ഖൽഖതു അഫ്ലാഖ്. നബിയെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, തങ്ങൾ വിട പറയുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട പറഞ്ഞത്. എന്തിനേറെ പറയുന്നു മഹ്ശറയിൽ ഒരു ചാൻമുകളിൽ സൂര്യൻ കത്തി ജ്വലിക്കുമ്പോൾ വിയർപ്പിൽ മുങ്ങിക്കൊലിക്കുന്ന സമയത്ത് ഞങ്ങളെ എന്ന് ഇവിടെ രക്ഷിക്കാമോ എന്ന് ആദം അലൈഹിസ്സലാമുക്കുള്ള എല്ലാ നബിമാരോടും യാചിക്കുമായിരുന്നു. അപ്പോഴും രക്ഷകനായി എത്തുന്നത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും സ്നേഹിക്കണമേ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയുന്ന സമയത്ത് സഹാബാക്കൾ അനുഭവിച്ച ദുഃഖം ലോകം കടലിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർലാനുഹു വികാരധീനനായി വളർന്നു. ഉസ്മാൻലാനുഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി. കാണാത്ത കണ്ണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ചിലർ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ കൊണ്ടുവരണമാണ് പ്രിയമുള്ളവരെ സഹാബാക്കൾ. പ്രവാചക നേരത്തിൽ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.